Hello everyone, welcome to A for Education and to our psychology classes. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മളുടെ നെറ്റ് എക്സാമിന് പലതവണ ചോദിക്കപ്പെട്ടിട്ടുള്ള സോഷ്യൽ സൈക്കോളജിയിലെ പ്രധാനപ്പെട്ട എക്സ്പെരിമെൻറ്റുകളെ കുറിച്ചാണ്. നമുക്കറിയാം സോഷ്യൽ സൈക്കോളജിയുടെ ഒരു പ്രധാനപ്പെട്ട ഫോക്കസ് എന്ന് പറയുന്നത് നമ്മളുടെ സോഷ്യൽ ബിഹേവിയേഴ്സിനെ കുറിച്ചാണ്. അതായത് നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ കാര്യങ്ങളെ ജഡ്ജ് ചെയ്യുന്നു, പെർസീവ് ചെയ്യുന്നു എന്നുള്ളതൊന്നും സോഷ്യൽ സൈക്കോളജിയുടെ ഒരു ഫോക്കസ് അല്ല. പകരം നിങ്ങൾ മറ്റുള്ള ആളുകളുടെ പ്രസൻസിൽ, അല്ലെങ്കിൽ നിങ്ങൾ വെൻ യു ആർ ഇൻ ബിറ്റ്വീൻ ഹ്യൂമൻ ബീങ്സ് അല്ലെങ്കിൽ അതർ ഹ്യൂമൻ ബീങ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത്, മറ്റുള്ള ആളുകൾ ഒരുപാട് നിങ്ങളുടെ ചുറ്റുമൊക്കെ നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഹൗ വി ബിഹേവ് ഇൻ അതർ പേഴ്സൺസ് പ്രസൻസ്, അല്ലെങ്കിൽ മറ്റൊരാളുടെ പ്രസൻസിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ ആക്ട് ചെയ്യുന്നു, ആക്ട് ചെയ്യലും ബിഹേവിയറും സെയിം തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെ എങ്ങനെ കാര്യങ്ങളെ പെർസീവ് ചെയ്യുന്നു, എങ്ങനെ നമ്മളെ തന്നെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് സോഷ്യൽ സൈക്കോളജിയുടെ ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യൽ സൈക്കോളജിയിൽ ഒരുപാട് വൈഡായിട്ടുള്ള ടോപ്പിക്കുകളുണ്ട്, അല്ലെങ്കിൽ സബ് ടോപ്പിക്കുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട അല്ലെങ്കിൽ ആ സബ് ടോപ്പിക്കുകളിലേക്ക് ലീഡ് ചെയ്തിട്ടുള്ള കുറച്ച് എക്സ്പെരിമെൻറ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, സോഷ്യൽ സൈക്കോളജിയിൽ നടന്നിട്ടുണ്ട്. നമുക്കറിയാം പല സൈക്കോളജിക്കൽ കൺസെപ്റ്റുകളും ഉണ്ടായിട്ടുള്ളത് ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റുകളുടെ റിസൾട്ടുകളായിട്ടാണ്, അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റുകളുടെ കൺക്ലൂഷൻ്റെ ഭാഗമായിട്ടാണ് പല തിയറികളും ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പം നമ്മൾ നോക്കുന്നത് സോഷ്യൽ സൈക്കോളജിയിലെ എല്ലാ എക്സ്പെരിമെൻസും അല്ല, പലതവണ ക്വസ്റ്റ്യൻസ് ചോദിക്കപ്പെട്ടിട്ടുള്ള മേജർ എക്സ്പെരിമെൻറ്റ്സ് ഇൻ സോഷ്യൽ സൈക്കോളജിയാണ്. നമ്മളിത് രണ്ട് പാർട്ടായിട്ടാണ് ഡിസ്കസ് ചെയ്യുക, അതായത് രണ്ട് വീഡിയോ ആയിട്ടാണ് ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റിലത്തെ പാർട്ടാണ് നമ്മളിപ്പം ജസ്റ്റ് എന്ത് ചെയ്യുന്നത് പറയാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റിലത്തെ നമ്മളുടെ എക്സ്പെരിമെൻ്റ് ആണ് സ്റ്റാൻഫോർഡ് പ്രിസൺ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഇതിൽ ബാക്ക്ഗ്രൗണ്ടിൽ ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഇമേജ് സ്റ്റാൻഫോർഡ് പ്രിസൺ എക്സ്പെരിമെൻറ്റിൻ്റെ ഒറിജിനൽ ഇമേജ് ആണ്. ഓക്കെ, സോ സ്റ്റാൻഫോർഡ് പ്രിസൺ എക്സ്പെരിമെൻ്റ് നടന്നിട്ടുള്ളത് തീർച്ചയായിട്ടും സ്റ്റാൻഫോർഡ് പ്രിസണിൽ തന്നെയാണ് അല്ലേ. അപ്പോൾ ആരാണ് ഇത് നടത്തിയിട്ടുള്ളത്? ഫിലിപ്പ് സിംബാർഡോ ആണ്. ഫിലിപ്പ് സിംബാർഡോ എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് ആണ് 1971 അഥവാ 1971 സ്റ്റാൻഫോർഡ് പ്രിസൺ എക്സ്പെരിമെന്റ് നടത്തിയിട്ടുള്ളത്. സ്റ്റാൻഫോർഡ് പ്രിസൺ എക്സ്പെരിമെന്റിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൈക്കോളജിയിൽ നടന്നിട്ടുള്ള വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കുറേ എക്സ്പെരിമെന്റുകൾ എടുത്തു നോക്കിയാൽ അതിലേറ്റവും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒന്ന് രണ്ട് എക്സ്പെരിമെൻറ്റ്സിൽ പെട്ട ഒരു എക്സ്പെരിമെൻ്റ് ആണ് സ്റ്റാൻഫോർഡ് പ്രിസൺ എക്സ്പെരിമെൻ്റ് എന്നുള്ളതാണ്. ഞാൻ കൺഫ്യൂഷൻ ആക്കുന്നില്ല, സിമ്പിളായിട്ട് പറഞ്ഞാൽ സൈക്കോളജിയിൽ ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സറീസിന് സാധ്യതകളുണ്ടാക്കിയ, കോൺട്രവേഴ്സറീസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണത് സ്റ്റാൻഫോർഡ് പ്രിസൺ എക്സ്പെരിമെൻ്റ് എന്നുള്ളത്. ആക്ച്വലി നമ്മളുടെ ഫിലിപ്പ് സിംബാർഡോ ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് പ്ലാൻ ചെയ്തിരുന്നത് 2 ആഴ്ചത്തേക്കായിരുന്നു. അതായത് 2 വീക്സിലേക്ക് 14 ദിവസത്തേക്കായിരുന്നു ആദ്യം ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള എക്സ്പെരിമെൻ്റ് ഫിലിപ്പ് സിംബാർഡോ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഇത് വെറും 6 ദിവസം കൊണ്ട് നിർത്തേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തിനായിരിക്കും അദ്ദേഹം നിർത്തേണ്ടി വന്നത്, എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ആ ഒരു എക്സ്പെരിമെൻ്റ് നിർത്തേണ്ടി വന്നതെന്നും എന്തായിരുന്നു ഇതിൻ്റെ ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ എയിം എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സോ എയിം ഓഫ് ദ എക്സ്പെരിമെൻ്റ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്റ്റാൻഫോർഡ് പ്രിസൺ എക്സ്പെരിമെൻറ്റിൻ്റെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് ചില സമയത്ത് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള പവർ ഉണ്ട് എന്ന് നമുക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യും. ഞാൻ നിങ്ങളോട് ജസ്റ്റ് റാൻഡമായിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്കിപ്പം കുറേ പവേഴ്സ് കിട്ടിയെന്ന് വിചാരിക്കാം. ആ പവർ കിട്ടിക്കഴിഞ്ഞാലുള്ള അങ്ങനെ ഒബ്സർവ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അവിടെ വയലൻസ്, ഹോസ്റ്റിലിറ്റി ഡെവലപ്പ് ആവുന്നു എന്നുള്ളത്. അതായത് പ്രിസൺ ഗാർഡുകൾ പ്രിസണേഴ്സിനെ മർദ്ദിക്കുകയും വെർബലി അബ്യൂസ് ചെയ്യുകയും ചെയ്യുന്ന ബിഹേവിയേഴ്സ് കാണിച്ചു തുടങ്ങി. അല്ലെങ്കിൽ ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു പ്രിസൺ ഗാർഡിൻ്റെ വേർഷനിലേക്ക് ആ ആളുകൾ എന്ത് ചെയ്തു, മാറി എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രിസണേഴ്സ് മാക്സിമം സപ്രസ്ഡ് ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്സിനെ പോലെ ബിഹേവ് ചെയ്യാനും വേണ്ടി തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ 2-3 ദിവസം കഴിയുമ്പോഴേക്ക് തന്നെ ഏകദേശം ഇവർ തമ്മിലുള്ള ഹോസ്റ്റിലിറ്റിയും ആ ഒരു വെർബൽ ഫിസിക്കൽ അബ്യൂസും ഒക്കെ ഇവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറത്തായി. അങ്ങനെ 6ാമത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് 2 ആഴ്ചത്തേക്ക്
പ്ലാൻ ചെയ്തിരുന്ന ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റ് ഫിലിപ്പ് സിംബാർഡോയ്ക്ക് നിർത്തേണ്ടി വന്നു എന്നുള്ളതാണ്. കാരണം ഇൻഹ്യൂമൻ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിസണേഴ്സിനെ അവർക്ക് ഒരു ഒറിജിനൽ പ്രിസണിലാവുമ്പോൾ കിട്ടുന്നതിൻ്റെ മാനുഷിക പരിഗണനയുടെ പകുതി പോലും എന്ത് ചെയ്തില്ല, ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ ലഭിച്ചില്ല എന്നുള്ളതാണ്. സോ ഇതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് എന്താണ് ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ? സോ നിങ്ങൾക്ക് ഇതിൻ്റെ എയിം ഞാൻ പറഞ്ഞു തന്നിരുന്നു, എങ്ങനെയാണ് ഒരു പെർസീവ്ഡ് പവർ നമ്മളുടെ ഹ്യൂമൻ ബിഹേവിയറിനെ ബാധിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇതിൻ്റെ ഒരു എയിമായിട്ട് ഫിലിപ്പ് സിംബാർഡോ കണ്ടിരുന്നത്, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി ഈ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ ശ്രമിച്ചിരുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കൺക്ലൂഷൻ എന്തായിരുന്നു നമുക്ക് നോക്കാം. സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് ആൻഡ് പവർ ഡൈനാമിക്സ്, സാഹചര്യ കാരണങ്ങൾ, സാഹചര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാരണങ്ങളും അതുപോലെ തന്നെ പവർ ഡൈനാമിക്സും എന്ത് ചെയ്യും, ആളുകളുടെ ബിഹേവിയറിനെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട്, ചെറിയ രീതിയിലൊന്നുമല്ല, സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നുള്ളതാണ് ഒന്നാമത്തെ ഫൈൻഡിങ്. ഓക്കെ, അതായത് നിങ്ങളൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സിറ്റുവേഷനിൽ വരുന്ന, ആൻഡ് ഇറ്റ് ഓൾസോ റിവീൽഡ് ഹൗ പീപ്പിൾ റെഡിലി conform to the social roles they are expected to play എന്നുള്ളതാണ്. ഒരു സമൂഹത്തിലെ നമ്മൾ ഓരോ ആളുകൾക്കും പല രീതിയിലുള്ള റോളുകളുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ഓരോ ആളുകളിൽ നിന്നും മറ്റുള്ള ആളുകൾ എക്സ്പെക്റ്റ് ചെയ്യപ്പെടുന്ന ആ ഒരു റോളുകൾ, ആ റോളുകൾ എങ്ങനെയൊക്കെ നമ്മളെ കൺഫേമിറ്റിയിലേക്ക്, അല്ലെങ്കിൽ റെഡിലി ആയിട്ട് യാതൊരുവിധ മടിയുമില്ലാതെ കൺഫേമിറ്റി കാണിക്കുന്നതിലേക്ക് ലീഡ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടെയായിട്ട് ഈ ഒരു സ്റ്റഡിയെ ഫിലിപ്പ് സിംബാർഡോ കണ്ടിട്ടുണ്ട്. ഓക്കെ, അതായത് ഹൗ പീപ്പിൾ വിൽ റെഡിലി കൺഫോം ടു ദ സോഷ്യൽ റോൾസ് ദേ ആർ എക്സ്പെക്റ്റഡ് ടു പ്ലേ, എസ്പെഷ്യലി ഇഫ് ദ റോൾസ് ആർ ആസ് സ്ട്രോങ്ലി സ്റ്റീരിയോടൈപ്ഡ് ആസ് ദോസ് ഓഫ് ദ പ്രിസൺ ഗാർഡ്സ്. അതായത് പ്രിസൺ ഗാർഡ്സ് എങ്ങനെ ആയിരിക്കണം, ഭയങ്കര ഇങ്ങനെയൊക്കെ നിന്നിട്ട് എന്താണെന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് സാധനങ്ങളാണ്, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സാണ് പ്രിസൺ ഗാർഡ്സ് എന്നുള്ളത്. ഒരു പെർസീവ്ഡ് റോൾ ഉള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അല്ലേ, അവരങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു കൈൻഡ് ഓഫ് സ്റ്റീരിയോ ടൈപ്പാണ്. അപ്പോൾ എസ്പെഷ്യലി സ്റ്റീരിയോ ടൈപ്പിക്കൽ ആയിട്ടുള്ള റോളുകളാണ് നമുക്ക് കിട്ടിയതെങ്കിൽ ഈ കൺഫേമിറ്റി കൂടാനുള്ള, കൺഫേമിറ്റി കാണിക്കാനുള്ള സാധ്യതകൾ ഇരട്ടിയാവും, കൂടും എന്നുള്ളത് കൂടെ നമ്മളിതിൽ മനസ്സിലാക്കണം. സോ എന്തായാലും ഈ ഒരു സ്റ്റാൻഫോർഡ് പ്രിസൺ എക്സ്പെരിമെൻറ്റിൻ്റെ കൺക്ലൂഷൻ ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒന്ന്, സിറ്റുവേഷണൽ ഫാക്ടേഴ്സും പവർ ഡൈനാമിക്സും ഹ്യൂമൻ ബിഹേവിയറിനെ എന്ത് ചെയ്യുന്നുണ്ട്, മാരകമായ രീതിയിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ബാധിക്കുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സൊസൈറ്റിയിലാവട്ടെ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഷ്യൽ റോളുകളാകട്ടെ, നമ്മൾ പ്ലേ ചെയ്യുമെന്ന് ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു എക്സ്പെക്റ്റഡ് റോൾസ് ആവട്ടെ, ഇതിനോടൊക്കെ നമ്മൾ കൺഫേമിറ്റി കാണിക്കാനുള്ള സാധ്യതകൾ എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ കൺഫേമിറ്റി കാണിക്കാനുള്ള സാധ്യതകൾ കൂട്ടുന്ന ഒരു ഫാക്ടറാണ് നമ്മൾ പ്ലേ ചെയ്യപ്പെടുന്ന, നമ്മളിൽ നിന്നും ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു റോൾ എന്ന് പറയുന്നത് സ്റ്റീരിയോടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു റോളാണെങ്കിൽ എന്നുള്ളത്. അതായത് സ്റ്റീരിയോടിപ്പിക്കൽ ആയിട്ടുള്ള റോളാണ് നമ്മൾ വഹിക്കുന്നതെങ്കിൽ അത് നമുക്ക് കൺഫേമിറ്റി കൂട്ടാനുള്ള ഒരു റീസൺ ആയിട്ട് മാറും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് ഫിലിപ്പ് സിംബാർഡോയുടെ സ്റ്റാൻഫോർഡ് പ്രിസൺ എക്സ്പെരിമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു എക്സ്പെരിമെൻറ്റിലേക്ക് പോവാം. സോ മിൽഗ്രാമിൻ്റെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുമ്പോൾ മിൽഗ്രാമിൻ്റെ ആയിരിക്കുമല്ലോ അല്ലേ. സോ സ്റ്റാൻലി മിൽഗ്രാം 1961 എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ സ്റ്റാൻലി മിൽഗ്രാമിൻ്റെ ഒരു ഫോട്ടോ ആണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ളത്. സോ എവറിത്തിങ് ഈസ് റിയൽ. സോ എന്താണ് സ്റ്റാൻലി മിൽഗ്രാം ചെയ്തത് നിങ്ങൾക്ക് അറിയാം. അതായത് ഇത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റ് ആണ്. മേ ബി സ്റ്റാൻഫോർഡ് പ്രിസൺ എക്സ്പെരിമെൻറ്റിനേക്കാൾ കൂടുതൽ ഫേമസ് ആണെന്ന് നമുക്കൊരു പരിധി വരെ പറയാം. പക്ഷേ സ്റ്റാൻഫോർഡ് പ്രിസൺ എക്സ്പെരിമെൻ്റ് അത്ര കോൺട്രവേഴ്ഷ്യൽ അല്ല കേട്ടോ. കാരണം ഹ്യൂമൻ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊന്നും ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ ഉണ്ടായിരുന്നില്ല. ഇവൻ ദോ പെർസീവ്ഡ് ആയിട്ടുള്ള ഷോക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ എന്തായിരുന്നു ഇതിൻ്റെ ഒരു എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആളുകൾ എത്രത്തോളം അതോറിറ്റിയെ ഒബീഡിയൻസ് കാണിക്കും, അല്ലെങ്കിൽ അതോറിറ്റി പറയുന്ന കാര്യങ്ങളെ അനുസരിക്കും എന്നുള്ളതും, എത്രത്തോളം അല്ലെങ്കിൽ ടു വാട്ട് എക്സ്റ്റെൻഡ് പീപ്പിൾ ഷോ ഒബീഡിയൻസ് എന്നുള്ളത് മനസ്സിലാക്കാനും വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, അതായത് നമ്മൾക്കറിയാം നമ്മൾ നിയമങ്ങൾ പാലിക്കുന്നുണ്ട് അല്ലേ. അതായത് റോട്ടിൽ കൂടെ പോകുന്ന സമയത്ത് ബൈക്കിലാണെങ്കിൽ ഹെൽമെറ്റ് ധരിക്കണം. ഓക്കെ, AI ക്യാമറനെ പേടിച്ചിട്ട് ധരിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലാത്ത ആൾക്കാരുണ്ട്. എന്തായാലും അതൊരു നിയമമാണ്. അപ്പോൾ ആ നിയമം നമ്മൾ പാലിക്കുന്നുണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് ഗിവൺ ബൈ
ഓർ സെറ്റ് ബൈ എൻ അതോറിറ്റി. ഗവൺമെൻറ് അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഒരു അതോറിറ്റിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആ ഒരു നിയമം ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ എന്ത് ചെയ്യുന്നു, ഒബീഡിയൻസ് കാണിക്കുന്നു. അപ്പോൾ ഈ ഒബീഡിയൻസ് എന്ന് പറയുന്ന കാര്യം, അനുസരണ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള കമാൻഡിനോട് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുക ഫ്രം എൻ അതോറിറ്റി. അതായത് ഒരു അതോറിറ്റിയിൽ നിന്നുള്ള കമാൻഡിനോട് നമ്മൾ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുമ്പോൾ അത് ഒബീഡിയൻസ് ആണ്. സോ അപ്പോൾ ഈ ഒബീഡിയൻസിനെ മനസ്സിലാക്കാനാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സ്റ്റാൻലി മിൽഗ്രാം ഈ ഒരു സ്റ്റഡി നടത്തിയിട്ടുള്ളത്. ഈ സ്റ്റഡിയുടെ ഒരു ഇമേജാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ളത്, ഒറിജിനൽ ഇമേജ് തന്നെയാണ്. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒരു ഷോക്ക് കൊടുക്കുന്നൊരു മെഷീനാണ് ഇവിടെ എടുത്ത് പിന്നെ ഈ ഒരു ഇമേജിൽ കസേരയുടെ ടേബിളിൻ്റെ മേലായിട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് കസേരകളുണ്ട്. അതായത് ഞാൻ ആ പ്രൊസീജിയർ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, എന്തായിരുന്നു ഇതിൻ്റെ പ്രൊസീജിയർ എന്നുള്ളത് ഞാൻ പറയാം. ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒബീഡിയൻസിൻ്റെ സ്റ്റഡിയിൽ സ്റ്റാൻലി മിൽഗ്രാം ചെയ്തത് ഇത്രയാണ്. അദ്ദേഹം കുറച്ച് ആളുകളെ കൊണ്ടുവന്നു. ഓൾറെഡി അദ്ദേഹത്തിൻ്റെ വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള കോൺഫെഡറേറ്റ്സ് അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, അതായത് അദ്ദേഹത്തിൻ്റെ വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള കുറച്ച് പേര് അവിടെ പ്രസൻ്റ് ആയിരുന്നു. അവരോട് ഈ സ്റ്റഡിയിൽ എന്താ നടക്കാൻ പോകുന്നത് എന്നുള്ളത് സ്റ്റാൻലി മിൽഗ്രാം നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. എന്നിട്ട് റിയൽ ആയിട്ടുള്ള കുറച്ച് പാർട്ടിസിപ്പൻസിനെ കൊണ്ടുവന്നു. റിയൽ ആയിട്ടുള്ള പാർട്ടിസിപ്പൻസിനെ കൊണ്ടുവന്നിട്ട് അവരെ ടീച്ചേഴ്സ് എന്ന് പറയുന്ന റോൾ അവർക്ക് കൊടുത്തു. അതുപോലെ തന്നെ കോൺഫെഡറേറ്റ്സ് ആയിട്ടുള്ള വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ലേണർ എന്ന് പറയുന്ന, അതായത് സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു റോളും കൂടെ കൊടുത്തു. എന്നിട്ട് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടീച്ചേഴ്സിനോട് കുറച്ച് സിലബിൾസ് അല്ലെങ്കിൽ കുറച്ച് വാക്കുകൾ ഈ ലേണേഴ്സിന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. പഠിപ്പിച്ച് കൊടുത്തിട്ട് അവരോട് റീകോൾ ചെയ്യാൻ വേണ്ടി പറയുന്ന സമയത്ത് അല്ലെങ്കിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറയുന്ന സമയത്ത് അവർ ഏതെങ്കിലും രീതിയിലുള്ള മിസ്റ്റേക്ക് വരുത്തുകയാണെങ്കിൽ മുന്നിലുള്ള ആ ഒരു ഷോക്ക് ഡെലിവർ ചെയ്യുന്ന ഒരു മെഷീൻ ഉണ്ടല്ലോ, ഈ ചതുരത്തിലുള്ള ഒരു പെട്ടി പോലത്തെ. അപ്പോൾ ആ ഒരു മെഷീനിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ലോവസ്റ്റ് ഹെഡ് ഷോക്ക് എന്ത് ചെയ്യുക, വേവ് ഷോക്ക് നിങ്ങൾ അവർക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാന്ന് പറയാം, അല്ലെങ്കിൽ പറഞ്ഞു. ഓക്കെ, ഇൻസ്ട്രക്ഷൻ കൊടുത്തു. അതിനുശേഷം വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് മിസ്റ്റേക്ക് വരുത്തുകയാണെങ്കിൽ അതിൻ്റെ അടുത്ത ലെവൽ ഷോക്ക്, ഇൻറ്റൻസിറ്റി ലെവലുള്ള ഷോക്ക് കൊടുക്കുക, ഡെലിവർ ചെയ്യുക എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഹ്യൂമൻ ബീയിങ്ങിന് താങ്ങാവുന്നതിൻ്റെ അപ്പുറത്തോട്ടുള്ള ഷോക്ക് വരെ ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ബോക്സിൽ ഉണ്ടായിരുന്നു. ആ ബോക്സ് ആക്ച്വലി വലിയ ലുക്കൊക്കെ ഉണ്ടെങ്കിലും ഒറിജിനൽ ഷോക്ക് ഡെലിവർ ചെയ്യുന്ന ബോക്സ് ആയിരുന്നില്ല. കാരണം അപ്പുറത്തുള്ള ലേണേഴ്സിനോട് ഓൾറെഡി എന്ത് ചെയ്തിരുന്നു, സ്റ്റാൻലി മിൽഗ്രാം ഇൻസ്ട്രക്ഷൻ കൊടുത്തിരുന്നു, നിങ്ങൾ ഷോക്ക് കിട്ടുന്നത് പോലെ, അതായത് ടീച്ചേഴ്സ് ആയിട്ടുള്ള റിയൽ പാർട്ടിസിപ്പൻസ് ആ ഒരു ബട്ടൺ അമർത്തുമ്പോൾ നിങ്ങൾ ഷോക്ക് ലഭിച്ച ആളുകളെ പോലെ അഭിനയിക്കണം, റിയാക്ട് ചെയ്യണം എന്നുള്ളത് ഓൾറെഡി പറഞ്ഞിരുന്നു. സോ റിയൽ പാർട്ടിസിപ്പൻസിന് എന്ത് ചെയ്യില്ല, അറിയില്ല ആ ഒരു കോൺഫെഡറേറ്റ്സ്, വോളണ്ടിയേഴ്സ്, ലേണേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഫേക്ക് ആയിട്ടാണ് ഷോക്ക് എന്ത് ചെയ്യുന്നത്, അഭിനയിച്ച് അല്ലെങ്കിൽ ഷോക്ക് അടിച്ചതായിട്ട്, ഷോക്ക് കിട്ടിയതായിട്ട് റിയാക്ട് ചെയ്യുന്നതെന്നുള്ള അറിയില്ല. സോ അവരെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി റിയൽ തിങ്. സോ അങ്ങനെ ഓരോ തവണ എന്ത് ചെയ്തു, ഷോക്ക് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന സമയത്തും പ്രൊസീജിയറാണ് പറയുന്നത്. ഓരോ തവണ ഷോക്ക് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന സമയത്തും ആളുകൾ, വളണ്ടിയേഴ്സ് ആയിട്ടുള്ള ആ ഒരു പാർട്ടിസിപ്പൻസ് എന്ത് ചെയ്തു, ഷോക്ക് കിട്ടിയ ആളുകളെ പോലെ റിയാക്ട് ചെയ്തു. അങ്ങനെ ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് ഷോക്ക് വരെ എന്ത് ചെയ്തു, ആളുകൾ അഡ്മിനിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്നുള്ളത്? മിൽഗ്രാമിൻ്റെ റിസൾട്ട് ഷോ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ പാർട്ടിസിപ്പൻസിൽ 40 പാർട്ടിസിപ്പൻസ് ആയിരുന്നു ടോട്ടലായിട്ട് ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. അതിൽ 65% പാർട്ടിസിപ്പൻസും ഡെലിവേർഡ് മാക്സിമം ഷോക്സ് എന്നുള്ളതാണ്. അതായത് മറ്റൊരു വ്യക്തിക്ക്, ആ ലേണർ എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ശരീരത്തിന് ഉപദ്രവം ഉണ്ടാവും, അവർക്ക് ഡിസ്കംഫേർട്ട് ഉണ്ടാവും, ഹാം ഉണ്ടാവുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എന്താണ്, മാക്സിമം നമ്പർ അല്ലെങ്കിൽ മാക്സിമം ലെവൽ ഇൻറ്റൻസിറ്റി ഓഫ് ഷോക്ക് എന്ത് ചെയ്തു, ഡെലിവർ ചെയ്യാൻ ഈ ടീച്ചേഴ്സ് ആയിട്ടുള്ള റിയൽ പാർട്ടിസിപ്പൻസ് തയ്യാറായി എന്നുള്ളതാണ്. എല്ലാവരും അല്ല, 65% ഈ നമ്പർ നിങ്ങൾ ആലോചിച്ച് വെക്കണം. കാരണം നമ്പർ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് PYQയിൽ. ഓക്കെ, 65% ഓഫ് ദ പാർട്ടിസിപ്പൻസ് in the study delivered the maximum shock എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതിൽ 26 പീപ്പിൾ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, മാക്സിമം 40-ൽ 26 പീപ്പിൾ ആണ് മാക്സിമം ഷോക്കുകൾ കൊടുത്തിട്ടുള്ളത്. while 14 stopped before reaching the highest levels. പക്ഷേ ബാക്കിയുള്ള 14 ആൾക്കാർ എന്ത് ചെയ്തു, even though they are the minority, they stopped before it reaches the ഹയസ്റ്റ് ലെവൽ എന്നുള്ളതാണ്. സോ ഇവിടെ എന്താണ് ഇതിൻ്റെ ഫൈൻഡിങ്? 65% ആൾക്കാരും പിന്നെ ഷോക്ക് കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ, ഹൈ ലെവൽ ഷോക്ക് കൊടുത്തു എന്നൊക്കെ പറയുമ്പം അതിൻ്റെ ഒരു പ്രോപ്പർ സൈക്കോളജിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പീപ്പിൾ ഒബേ എയ്തർ ഔട്ട് ഓഫ് ഫിയർ ഓർ ഔട്ട് ഓഫ് എ ഡിസയർ ടു അപ്പിയർ കോഓപ്പറേറ്റീവ് എന്നുള്ളതാണ്. അതായത്
ആളുകൾ അതോറിറ്റി പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ അനുസരിക്കും. എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, മേ ബി അല്ലെങ്കിൽ ബിക്കോസ് ഓഫ് ഫിയർ, ഒന്നില്ലെങ്കിൽ ഭയം കൊണ്ടാവാം, അല്ലെങ്കിൽ അവർ ഭയങ്കര കോപ്പറേറ്റീവ് ആണെന്ന് മറ്റുള്ള ആളുകൾ കൊണ്ട് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാവാം എന്നുള്ളതാണ്. ഓക്കെ, രണ്ട് കാരണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നില്ലെങ്കിൽ ഒബേയിങ് അല്ലെങ്കിൽ ഒബീഡിയൻസ് കാണിക്കുന്നത് ഔട്ട് ഓഫ് ഫിയർ, ഭയമുള്ളത് കൊണ്ടാവാം, അല്ലെങ്കിൽ ഔട്ട് ഓഫ് എ ഡിസയർ ടു അപ്പിയർ കോഓപ്പറേറ്റീവ് എന്നുള്ളതാണ്. അതായത് ഞാൻ ഭയങ്കര കോപ്പറേറ്റീവ് ആണ്, സഹകരണ മനോഭാവമുള്ള ആളാണ് എന്നൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും ആളുകൾ എന്ത് ചെയ്യാം, ഒബീഡിയൻസ് കാണിക്കാം, ഒബേ ചെയ്യാം, ഈവൻ വെൻ ആക്ടിങ് അഗെയിൻസ്റ്റ് ദെയർ ഓൺ ബെറ്റർ ജഡ്ജ്മെന്റ് ആൻഡ് ഡിസയേഴ്സ് എന്നുള്ളതാണ്. ആളുകൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഒബീഡിയൻസ് കാണിക്കും, ഈവൻ ദോ അവർ കാണിക്കുന്ന ഒബീഡിയൻസിന്റെ ഭാഗമായിട്ട്, ഒബീഡിയൻസ് കാണിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബിഹേവിയേഴ്സ് അവരവരുടെ സ്വന്തം വിശ്വാസങ്ങൾക്കും ഡിസയറുകൾക്കും ആറ്റിറ്റ്യൂഡുകൾക്കും ജഡ്ജ്മെന്റുകൾക്കും എതിരെയാണെങ്കിൽ പോലും എന്താണ്, ആളുകൾ ഇത്തരത്തിലുള്ള ഷോക്ക് ഡെലിവറിയും അല്ലെങ്കിൽ ഒബീഡിയൻസ് കാണിക്കുമെന്നുള്ളതാണ് സ്റ്റാൻലി മിൽഗ്രാം അദ്ദേഹത്തിൻ്റെ സ്റ്റഡിയിലൂടെ ഫൈൻഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇതിൽ ഒബീഡിയൻസ് പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ചെറിയ കൺസെപ്റ്റ് കൂടെയുണ്ട്, ഡിസ്ട്രക്റ്റീവ് ഒബീഡിയൻസ് എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് പറയാണ്, ഞാനിപ്പോൾ അതൊരു അതോറിറ്റി ആണെന്ന് വിചാരിക്കുക, ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ പോയിട്ട് ഒരാളുടെ കയ്യും കാലും തല്ലി ഓടിക്കണമെന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ അതോറിറ്റിയാണ്, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഭയങ്കര സഹകരണ മനോഭാവമുള്ള ആളാണ്, അതോറിറ്റി പറഞ്ഞാൽ എന്തും ചെയ്യും, അതുപോലെ തന്നെ ഞാൻ ഓക്കെയാണ്, പെർഫെക്റ്റ്ലി ഫൈൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഭയങ്കര ഭയമുണ്ട്, ഞാൻ പറഞ്ഞത് കയ്യും കാലം തല്ലി കൊടുക്കാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ളൊരു ഭയമുണ്ട്. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ടോ നിങ്ങൾ എന്ത് ചെയ്യാണ്, ഞാൻ പറഞ്ഞ ആളുടെ കയ്യും കാലും തല്ലി കൊടുക്കുകയാണെങ്കിൽ അതിന് നമ്മൾ നോർമൽ ഒബീഡിയൻസ് എന്നല്ല പറയുക, ഒബീഡിയൻസിൻ്റെ തന്നെ ഒരു സബ് കാറ്റഗറി ആയിട്ടുള്ള ഡിസ്ട്രക്റ്റീവ് ഒബീഡിയൻസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഞാൻ എന്താണ് അതിൻ്റെ ഡിഫറൻസ് എന്നുള്ളത് പറഞ്ഞുതരാം. ഡിസ്ട്രക്റ്റീവ് ഒബീഡിയൻസ് എന്ന് പറയുമ്പോൾ മറ്റൊരു വ്യക്തിക്ക് ഫിസിക്കലി, മെൻ്റലി, സൈക്കോളജിക്കലി അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഹാം ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒബീഡിയൻറ്റ് ബിഹേവിയേഴ്സ് ആണ് ഡിസ്ട്രക്റ്റീവ് ഒബീഡിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഒരാളുടെ കയ്യും കാലും തല്ലി ഒടിക്കുക എന്നൊക്കെ പറയുമ്പോൾ അയാൾക്ക് അത് ഹാംഫുൾ ആവുന്ന ഒരു സംഭവമാണല്ലോ. അത് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ഷോയിങ് വാട്ട്, ഡിസ്ട്രക്റ്റീവ് ഒബീഡിയൻസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഡിസ്ട്രക്റ്റീവ് ഒബീഡിയൻസ്. ഹൗ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഒബീഡിയൻസ്, അല്ലെങ്കിൽ നമ്മൾ നോർമലി പറയുന്ന ഒരു ബ്രോഡർ ടേം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സബ് ടേമാണ് ഡിസ്ട്രക്റ്റീവ് ഒബീഡിയൻസ്. സോ ഒബീഡിയൻസ് എന്ന് പറയുമ്പം ഇറ്റ്സ് നോട്ട് ഓൾവേസ് ഡിസ്ട്രക്റ്റീവ്. എപ്പോഴും ഒബീഡിയൻസ് ഡിസ്ട്രക്റ്റീവ് ആവണമെന്നില്ല. നിങ്ങൾ റോഡ് നിയമങ്ങൾ പാലിക്കുന്നത് കൊണ്ട് വേറെ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഭാവിയിൽ ഉണ്ടായാലും അത് കുറഞ്ഞു കിട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് ഡിസ്ട്രക്റ്റീവ് ഒബീഡിയൻസ് അല്ല, ദാറ്റ് ഇസ് ഒബീഡിയൻസ്. ഓക്കെ, അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ട, ആ ഒരു ഡിസ്ട്രക്റ്റീവ് ഒബീഡിയൻസ് എന്നുള്ള സബ് കാറ്റഗറിയിലേക്ക് കൊണ്ടുപോകേണ്ട. എന്തായാലും ഇത്രയാണ് ഈ ഒരു സ്റ്റാൻലി മിൽഗ്രാമിൻ്റെ ഒബീഡിയൻസ് സ്റ്റഡിയിൽ അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, ഡിസ്കസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്, ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ളത്. എന്തായാലും നമുക്ക് സോഷ്യൽ സൈക്കോളജിയിലെ മേജർ എക്സ്പെരിമെൻറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ക്ലാസ്സിലെ ഫസ്റ്റ് പാർട്ട് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഇനി നമുക്ക് അടുത്ത പാർട്ടിൽ നമ്മൾ മറ്റു പ്രധാനപ്പെട്ട 3 എക്സ്പെരിമെൻറ്റ്സ് കൂടെ ഡിസ്കസ് ചെയ്യുന്നതാണ്.